കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എ സി ത്രൂ ഇൻഡക്ട് റെസിസ്റ്ററാണ് നോക്കിയത്. നമ്മൾ ഇന്ന് അടുത്ത രണ്ടാമത്തെ വീഡിയോ ആണ്. ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എ സി കറണ്ട് ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിലൂടെ പാസ് ചെയ്തു പോയാൽ എന്ത് സംഭവിക്കും. അവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഒന്ന് എന്ത് കണ്ടുപിടിക്കണം? വോൾട്ടേജ്. രണ്ടാമത് കറണ്ട് കാണണം. മൂന്നാമത് അതിൻ്റെ ഗ്രാഫ് വരയ്ക്കണം, ഫേസർ ഡയഗ്രാം വരയ്ക്കണം, അതുപോലെ പവർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കടാ, ഇതൊരു എ സി സർക്യൂട്ടാണ്. ഈ സർക്യൂട്ടിൽ എന്തുണ്ട്? ഒരു ഇൻഡക്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഇൻഡക്ടറിൻ്റെ ഇൻഡക്റ്റൻസ് എൽ എന്ന് നമുക്കെടുക്കാം. ഇവിടെ ഒരു എ സി വോൾട്ടേജ് ആണ് പാസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇവിടുത്തെ ഇ എം എഫ് നമ്മൾ എഴുതിയിട്ടുണ്ട്. വി ഈസ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി. ഓക്കെ, ഇനി അതുപോലെ തന്നെ നിങ്ങൾ 6th ചാപ്റ്ററിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ ഇ എം എഫിൻ്റെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലേ. അതിൽ സെൽഫ് ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ ഇൻഡക്റ്റൻസിൻ്റെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. എല്ലിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇൻഡക്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്ക് പകരം വി കൊടുത്തു. വി ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഓക്കെ, എൽ എന്താണ്? ഇൻഡക്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കറണ്ട് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിൽ കറണ്ടാണ് ആവശ്യം. അപ്പോൾ നമുക്ക് ഡി ഐ മാത്രം അവിടെ ഇടാം. ഓക്കെ, ഇക്വേഷനിൽ ഡി ഐ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ എഴുതുന്നു. ഡി ഐ ഈസ് ഈക്വൽ ടു, ഇവിടെ ഇൻറ്റു ഇരിക്കുന്ന ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ആവും. വി ബൈ എൽ ഇൻറ്റു ഡി ടി. ഓക്കെ, കൺസെപ്റ്റ് ഓക്കെ ആണല്ലോ. അപ്പോൾ ഡി ഐ എന്ന് പറഞ്ഞൊരു ചെറിയ കറണ്ടാണ്. നമുക്ക് ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇൻ്റഗ്രൽ ഓഫ് ഡി ഐ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് വിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? V0 സൈൻ ഒമേഗ ടി ബൈ എൽ ഇൻറ്റു ഡി ടി. കൺസെപ്റ്റ് ഓക്കെ ആണല്ലോ. ഇവിടെ നോക്കടാ, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ വെളിയിലെടുക്കാം. ഇവിടെ കോൺസ്റ്റൻ്റ് ആരൊക്കെയാണ്? V0യും എല്ലും കോൺസ്റ്റൻ്റ്. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം? V0 ബൈ എൽ. ഓക്കെ, ഇനി അടുത്തുള്ളത് അകത്ത് ഇൻ്റഗ്രേഷനാണ്. ഇൻ്റഗ്രൽ ഓഫ് സൈൻ ഒമേഗ ടി ഡോട്ട് ഡി ടി. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗ. ഓക്കെ, മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് വന്നു? മൈനസ് V0 ഇൻറ്റു മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ എൽ ഒമേഗ. ഓക്കെ, ഇത്രയും കൺസെപ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഇവിടെ മൈനസ് കോസ് ഒമേഗ ടിയെ നമ്മൾ എന്തിലോട്ട് മാറ്റണം? ഇവിടെ വോൾട്ടേജ് സൈനിൻ്റെ ടേമിലല്ലേ. അപ്പോൾ കോസിനെ നമുക്ക് എന്തിൻ്റെ ടേമിലോട്ട് മാറ്റണം? സൈനിൻ്റെ ടേമിലോട്ട് മാറ്റണം. അതായത് മൈനസ് കോസ് തീറ്റയെ നമുക്ക് ഇങ്ങനെ എഴുതാം, സൈൻ തീറ്റ മൈനസ് 19 എന്ന് എഴുതാം. അതായത് നമ്മൾ ട്രിഗണോമെട്രിയിൽ പഠിച്ചൊരു ഇക്വേഷനാണ്. മൈനസ് കോസ് തീറ്റയെ നമുക്ക് എന്തിൻ്റെ ടേമിലോട്ട്? സൈനിൻ്റെ ടേമിലോട്ട് മാറ്റണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതണം, സൈൻ തീറ്റ മൈനസ് 90. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് എഴുതി നോക്കാം. നമ്മുടെ ഇക്വേഷൻ എന്ത് വരുന്നു? V0 ബൈ എൽ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് 90. ഓക്കെ, ഇവിടെ നോക്കടാ, V0 ബൈ എൽ ഒമേഗ. എൽ ഒമേഗയ്ക്ക് നമ്മളൊരു വാല്യൂ കൊടുക്കുകയാണ്. എൽ ഒമേഗ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നു എക്സ് എൽ എന്ന് കൊടുക്കുന്നു. എൽ ഒമേഗ ഈസ് ഈക്വൽ ടു എക്സ് എൽ. ഇവിടെ എക്സ് എൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്. എക്സ് എൽ എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്, ഈ ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്ന ഇവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ്. അപ്പോൾ എക്സ് എൽ എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. ഓക്കെ, അപ്പോൾ എൽ ഒമേഗയ്ക്ക് വരെ നമുക്ക് എക്സ് എൽ കൊടുക്കാം. നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? V0 ബൈ എക്സ് എൽ വിച്ച് ഈസ് ഈക്വൽ V0 ബൈ എക്സ് എൽ ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് 90. ഓക്കെ അല്ലേ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഇക്വേഷനിൽ ഇവിടെ വോൾട്ടേജ് ബൈ എക്സ് എൽ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ്, വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് കറണ്ട് ആണല്ലേ. അപ്പോൾ ഡി ഐ എന്തായിട്ട് മാറുന്നു? ഐ ആയിട്ട് മാറുന്നു. V0 ബൈ എക്സ് എൽ എന്തായിട്ട് മാറുന്നു? I0 ആയിട്ട് മാറുന്നു. അതുപോലെ തന്നെ ഇക്വേഷൻ എന്താണ്? സൈൻ മിച്ചമുള്ള ഇക്വേഷൻ സൈൻ ഒമേഗ ടി മൈനസ് 19. ഇതാണ് കറണ്ടിൻ്റെ ഇക്വേഷൻ. ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിലെ കറണ്ടിൻ്റെ ഇക്വേഷൻ I ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി മൈനസ് 90. അതായത് നേരത്തെ ഇക്വേഷനിൽ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ ടിന്ന് 90 ഡിഗ്രി കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ സൈൻ ഒമേഗ ടി ആണെങ്കിൽ കറണ്ട് 90 ഡിഗ്രി ലാഗ് ചെയ്യുന്നു. ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ വോൾട്ടേജിനെക്കാളും കറണ്ട് 90 ഡിഗ്രി കുറഞ്ഞാണ് വരുന്നത്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഇക്വേഷൻ വെച്ച് ഗ്രാഫ് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്താണ്? V ഈസ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി. കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താണ്?
ഐ ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി മൈനസ് 90. അപ്പോൾ നമുക്ക് ഇവിടെ ഓരോന്നും വെച്ച് നമുക്ക് ഗ്രാഫ് വരയ്ക്കാനുള്ള പോയിന്റുകൾ അടയാളപ്പെടുത്താം. അപ്പോൾ 0 ഡിഗ്രി ആയിരിക്കുമ്പോൾ സൈൻ 0യുടെ വാല്യൂ 0 ആണ്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി കറണ്ടിൻ്റെ കേസ് I0 ഉണ്ട് സൈൻ ഒമേഗ ടി മൈനസ് 90 ആണ്. ഒമേഗ ടിക്ക് 0 കൊടുത്തു, മൈനസ് 90 ഉണ്ട്, സൈൻ മൈനസ് 90യുടെ വാല്യൂ -1 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഇവിടെ എന്ത് വരും? -I0 എന്ന് കിട്ടും. ഓക്കെ, 0 ഡിഗ്രി ആയിരിക്കുന്ന സമയത്ത് കറണ്ടിൻ്റെ വാല്യൂ -I0. ഇനി 90 ഡിഗ്രി ആകുമ്പോൾ സൈൻ 90യുടെ വാല്യൂ 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വോൾട്ടേജ് എന്ത് വരും? V0. ഇവിടെ ഒമേഗ ടിക്ക് 90 കൊടുക്കുമ്പോൾ 90 - 90 0, സൈൻ 0യുടെ വാല്യൂ 0. കൺസെപ്റ്റ് ഓക്കെ അല്ലേ? ഇനി 180 വരുന്നു, സൈൻ 180യുടെ വാല്യൂ എന്താണ്? 0. അപ്പോൾ ഇക്വേഷൻ മൊത്തത്തിൽ 0 ആയിട്ട് പോകും. ഇവിടെ 180 - 90, അങ്ങനെയാണെങ്കിൽ 90 എന്ന് കിട്ടും, ശരിയല്ലേ? സൈൻ 90 ഇൻറ്റു I0, സൈൻ 90യുടെ വാല്യൂ 1 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തെന്ന് കിട്ടുന്നു? I0 എന്ന് കിട്ടുന്നു. അപ്പോൾ 180 ഡിഗ്രി ആയിരിക്കുമ്പം വോൾട്ടേജ് 0, കറണ്ട് മാക്സിമം I0. ഇനി 270, ഇത് നേരെ തിരിഞ്ഞു വരും. 270 ആയിരിക്കുമ്പം -1, അങ്ങനെയാണെങ്കിൽ -V0, ശരിയല്ലേ? ഇനി 360 ആയിരിക്കുമ്പോൾ നമുക്കറിയാം ഓട്ടോമാറ്റിക്കലായിട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ നമുക്ക് കറണ്ട് കൂടെ എഴുതി നോക്കാം. 270 ആയിരിക്കുമ്പോൾ 180, സൈൻ 180യുടെ വാല്യൂ 0. അപ്പോൾ ഇത് എന്ത് വരും? 0 വരും. ഇവിടെ വീണ്ടും എന്ത് വരും? -I0. ഈ ഒരു ഇത് വെച്ചാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഗ്രാഫ് വരയ്ക്കേണ്ടത്. നമുക്ക് ഗ്രാഫ് എന്ത് ചെയ്യാം? വരച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്സിസ് വരച്ചു. ഫസ്റ്റ് ആംഗിളുകൾ അടയാളപ്പെടുത്താം. 0, അതുപോലെ തന്നെ 90, 180, 270, അതുപോലെ തന്നെ എന്താണ്? 360. ഫസ്റ്റ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് കറണ്ടാണ്. കറണ്ടിൻ്റെ ഗ്രാഫാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് നമുക്ക് വോൾട്ടേജ് വരയ്ക്കാം. ഫസ്റ്റ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് വോൾട്ടേജിൻ്റെ ഗ്രാഫ്. വോൾട്ടേജ് 0 ഡിഗ്രി ആയിരിക്കുമ്പോൾ വോൾട്ടേജ് 0 ആണ്. 90 ഡിഗ്രി ആയിരിക്കുമ്പോൾ വോൾട്ടേജ് മാക്സിമം. ഓക്കെ, 90 ഡിഗ്രി ആയപ്പോൾ വോൾട്ടേജ് ഇത്. ഇനി 180 ആയിരിക്കുമ്പോൾ വീണ്ടും വോൾട്ടേജ് എന്താണ്? 0. കൺസെപ്റ്റ് ഒക്കെ ആണല്ലോ. 270 ആയിരിക്കുമ്പോൾ എന്ത് വരുന്നു? -V0, താഴോട്ട് വരുന്നു. 360 ആയിരിക്കുമ്പോൾ വീണ്ടും 0. ഇതാണ് നമ്മുടെ എന്തിൻ്റെ ഗ്രാഫ്? കറണ്ടിൻ്റെ, വോൾട്ടേജിൻ്റെ ഗ്രാഫ്. ഇനി അടുത്ത് നമുക്ക് വരയ്ക്കാൻ പോകുന്നത് കറണ്ട്. ഇതേ ഗ്രാഫിൽ തന്നെ കറണ്ട് അടയാളപ്പെടുത്താം. കറണ്ട് 0 ഡിഗ്രി ആയിരിക്കുമ്പോൾ -I0. അപ്പോൾ -I0 എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, 0ൽ -I0. 90 ആയിരിക്കുമ്പോൾ വീണ്ടും എന്ത് വരുന്നു? 0 വരുന്നു. 90 ആയിരിക്കുമ്പോൾ 0. കൺസെപ്റ്റ് ഓക്കെ അല്ലേ? ഇനി 180 ആയിരിക്കുമ്പോൾ കറണ്ട് മാക്സിമം I0. 180 ആയപ്പോൾ മാക്സിമം കറണ്ട് I0. ഇനി 270 ആയപ്പോൾ കറണ്ട് വീണ്ടും എന്ത് വന്നു? 0 വന്നു. 360 ആയപ്പോൾ വീണ്ടും എന്ത് വരുന്നു? -I0. അപ്പോൾ കറണ്ടിൻ്റെ ഗ്രാഫ് ഇങ്ങനെ വരുന്നു. കറണ്ട് 90 ഡിഗ്രി ലാഗ് ചെയ്ത് വരുന്നു. ഇത് വോൾട്ടേജ് ആണ്. ഇവിടെ എന്താണ്? V0. ഇതുപോലെ തന്നെ ഇവിടെ എന്താണ്? -V0. ഇനി കറണ്ടിൻ്റെ ഗ്രാഫ് നോക്കാം. ഇവിടെ എവിടെയാണ്? ഇത് -I0, അതുപോലെ തന്നെ ഇത് I0. ഈ പോയിൻ്റ് എന്താണ്? I0. കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് വരയ്ക്കണം. നിങ്ങൾ ഈ ആംഗിൾ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് വരയ്ക്കുന്നത് നന്നായിരിക്കും.